Divisional Accountant Officer, Important Question Discussion, Chapter 7, Part 5. നമ്മൾ ഈ പാർട്ടിൽ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പം ഡിഫറൻസ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡിഫറൻസ് ആണ് ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം 37ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ആ ബോക്സിൽ ഒരു സൈഡിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അടുത്ത സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡിഫറൻസ് നോക്കാം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഇറ്റ് ഈസ് ദ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് ആൻഡ് പ്രിപ്പയർഡ് ലൈക്ക് വൺ കോളം ക്യാഷ് ബുക്ക്. അപ്പം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? അതൊരു സമ്മറിയാണ്. ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറി ആയിട്ടാണ് എന്ത് പറയുന്നത്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പറയുന്നത്. അതെങ്ങനെയാണ്? പ്രിപ്പയർ ലൈക്ക് വൺ കോളം ക്യാഷ് ബുക്ക്. അപ്പം നമ്മൾ വൺ കോളം, ഡബിൾ കോളം ക്യാഷ് ബുക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വൺ കോളം ക്യാഷ് ബുക്ക് പോലെയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് തന്നെയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഓൺലി ക്യാഷ് ഫ്ലോ അല്ലേ, ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ആണ് മെയിനായിട്ട് അതിൽ കാണിക്കുന്നത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഒരു നോൺ ട്രേഡിംഗ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ക്യാഷ് ബുക്ക് പോലെ പ്രിപ്പയർ ചെയ്യുന്ന ബുക്കാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെങ്കിലോ ഇറ്റ് ഈസ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഈക്വലായിട്ടാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ it records transaction related to both revenue and capital nature. അപ്പോൾ റവന്യൂ നേച്ചറിലും ക്യാപിറ്റൽ നേച്ചറിലുമുള്ള ഐറ്റംസ് ആണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റവന്യൂ നേച്ചർ, ബോത്ത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ നേച്ചറിലെ ഐറ്റംസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലോ ഇറ്റ് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു റവന്യൂ നേച്ചർ ഉള്ളി. അപ്പോൾ റവന്യൂ നേച്ചറിലുള്ള വരുന്ന മാത്രം ഐറ്റംസ് മാത്രമേ എവിടെ കാണിക്കുകയുള്ളൂ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുകയുള്ളൂ. നെക്സ്റ്റ്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് ഓഫ് ദീസ് അക്കൗണ്ട് റെക്കോർഡ്സ് ക്യാഷ് ആൻഡ് ബാങ്ക് റെസീപ്റ്റ്സ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്താണ് കാണിക്കുന്നത്? റെക്കോർഡ്സ് ക്യാഷ് ആൻഡ് ബാങ്ക് റെസീപ്റ്റ്സ്. അപ്പം റെസീപ്റ്റ് സൈഡാണ് എന്തെന്ന് പറയുന്നത്, ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് റെസീപ്റ്റ് സൈഡാണ്. അവിടെ എന്ത് ടൈപ്പ് റെസീപ്റ്റ്സ് ആണ് കാണിക്കുന്നത്? ക്യാഷ് ആൻഡ് ബാങ്ക് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ്. ഇപ്പം 2004-2005 ഒരു അക്കൗണ്ടിങ് ഇയർ ആണെങ്കിൽ ആ അക്കൗണ്ടിങ് ഇയറിലെ ക്യാഷ് ആൻഡ് ബാങ്ക് റെസീപ്റ്റ്സുകൾ മാത്രമേ റെസീപ്റ്റ് സൈഡ്, അതായത് ഡെബിറ്റ് സൈഡ് ഓഫ് ദി റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കുകയുള്ളൂ. അടുത്ത എന്താ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്താ കാണിക്കുന്നത്? ഡെബിറ്റ് സൈഡ് ഓഫ് ദി അക്കൗണ്ട് റെക്കോർഡ്സ് എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഇൻകേർഡ് ഡ്യൂറിങ് ദ കറണ്ട് അക്കൗണ്ടിങ് പീരീഡ്. ഇപ്പോൾ കറണ്ട് അക്കൗണ്ടിങ് പീരീഡിൽ എന്താണ് എക്സ്പെൻസസും ലോസസും, അതായത് എക്സ്പെൻഡിച്ചർ നേച്ചറിൽ വരുന്ന കാര്യങ്ങളാണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ സൈഡാണ്. എക്സ്പെൻഡിച്ചർ മീൻസ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആണ് അവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്താണെന്ന് നോക്കാം. ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദിസ് അക്കൗണ്ട് ഷോസ് പേയ്മെൻറ്റ് ഇൻ ക്യാഷ് ആൻഡ് അതർ ചെക്സ്. അപ്പം എന്താണ് ക്രെഡിറ്റ് സൈഡിൽ ഏതാണ്? പേയ്മെൻ്റ് ആണ്. അപ്പം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ഷോസ് ദ പേയ്മെൻറ്റ് ഇൻ ക്യാഷോ നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ നോൺ പ്രോഫിറ്റ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ കൊടുക്കുന്ന പേയ്മെൻറ്റ്സുകളാണ് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അത് ക്യാഷ് ആവാം, ത്രൂ ചെക്ക് ആവാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡോ, ക്രെഡിറ്റ് സൈഡ് ഓഫ് ദീസ് അക്കൗണ്ട് റെക്കോർഡ്സ് ഇൻകം ആൻഡ് ഗെയിൻസ് ഏൺഡ് ഇൻ ദ കറണ്ട് അക്കൗണ്ടിങ് ഇയർ. ഒരു കറണ്ട് അക്കൗണ്ടിങ് ഇയറിൽ നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകംസും ഗെയിൻസും ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. അപ്പം എല്ലാ ഇൻകവും നമ്മൾ ഏത് സൈഡിലാണ് കാണിക്കുന്നത്? ഈ പറഞ്ഞ ക്രെഡിറ്റ് സൈഡിലാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. നെക്സ്റ്റ്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇറ്റ് ഈസ് നോട്ട് റെക്കോർഡഡ് ഡിപ്രീസിയേഷൻ. അപ്പം ഒരു പ്രത്യേകതയുണ്ട്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എന്ത് നമ്മൾ റെക്കോർഡ് ചെയ്യത്തില്ല? ഡിപ്രീസിയേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യത്തില്ല. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യത്തില്ല. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോ ഇറ്റ് റെക്കോർഡ്സ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എവിടെ റെക്കോർഡ് ചെയ്യും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. അടുത്ത
ഡിഫറൻസ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ദീസ് അക്കൗണ്ട്സ് ബ്രിങ്സ് വിത്ത് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ഓർ ഓവർ ഡ്രാഫ്റ്റ്. അപ്പം നമ്മൾ ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ്. മീൻസ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക് ഓർ ഓവർ ഡ്രാഫ്റ്റ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോ യൂഷ്വലി ഇറ്റ് ഹാസ് നോ ഓപ്പറേറ്റിംഗ് ബാലൻസ് ബട്ട് സംടൈംസ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഫോർവേഡ് ഫ്രം ദ ലാസ്റ്റ് അക്കൗണ്ടിങ് പീരിയഡ്. അപ്പോൾ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അങ്ങനെ ഓപ്പണിംഗ് ബാലൻസുകളൊന്നുമില്ല. ചില സമയത്ത് ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയറിൽ സർപ്ലസോ ഡെഫിസിറ്റോ നമ്മൾ എന്ത് ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്യും ഈ വർഷത്തിലോട്ട്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ റിസൾട്ട് എന്താണ്? ഒന്നീ സർപ്ലസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡെഫിസിറ്റ് ആയിരിക്കാം. സോ അതെന്ത് ചെയ്യും, കഴിഞ്ഞ വർഷത്തത് ഈ വർഷത്തിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ. അടുത്തത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇറ്റ് നീഡ് നോട്ട് ബി അക്കംപൈൻഡ് ബൈ ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വരച്ചിട്ട് അതിനെ അക്കമ്പനി ചെയ്തുകൊണ്ട് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഫൈനൽ അക്കൗണ്ട് എന്ത് ചെയ്യുന്നില്ല, പ്രിപ്പയർ ചെയ്യുന്നില്ല. അപ്പം ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യുന്നില്ല, അക്കമ്പനി ചെയ്യുന്നില്ല. ഏതിൽ? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോ ഇറ്റ് മസ്റ്റ് ബി അക്കമ്പൈൻഡ് ബൈ ബാലൻസ് ഷീറ്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് കഴിഞ്ഞ് നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം പ്രിപ്പയർ ചെയ്യുന്നതാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിന് പകരം പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതിനുശേഷം നമ്മൾ എന്തും കൂടെ അക്കമ്പനി ചെയ്യുന്നുണ്ട്, ബാലൻസ് ഷീറ്റും കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇറ്റ്സ് ഒബ്ജക്റ്റ് ഈസ് ടു ബി നോൺ ക്ലോസിങ് ഓർ ബാങ്ക് ബാലൻസ്. അപ്പോൾ അവരുടെ ഒബ്ജക്റ്റ് എന്താണത്, ഒരു ക്ലോസിങ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ ക്ലോസിങ് ബാലൻസോ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടോ. ഇറ്റ്സ് ഒബ്ജക്റ്റ് ഈസ് ടു നോ എക്സ് ക്യാഷ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം നമുക്ക് അവിടുത്തെ ഒബ്ജക്റ്റീവ് എന്താണ്, ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറിനേക്കാളും ഇൻകം കിട്ടുന്നുണ്ടോ, നമുക്ക് സർപ്ലസ് ആണോ അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണോ, ആ ഒരു രണ്ടിലേതെങ്കിലും ഒന്നാണോ, ലാഭമാണോ നഷ്ടമാണോ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതാണ് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ, അല്ലെങ്കിൽ ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് കാണാനാണ് അവിടുത്തെ ഒബ്ജക്റ്റീവ്, എവിടുത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ. നെക്സ്റ്റ് ഡിഫറൻസ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പം ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവരി ഡെബിറ്റ് ഹാസ് എ ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെ എന്താണ്, ഔട്ട്സൈഡ് ദ ഡബിൾ എൻട്രി സിസ്റ്റം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഔട്ട്സൈഡ് ദ ഡബിൾ എൻട്രി സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെങ്കിലോ വിത്തിൻ ദ ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം കീപ്പ് ചെയ്തുകൊണ്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ. ഇറ്റ്സ് ബാലൻസ് ഈസ് ക്യാരീഡ് ഓവർ ടു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് ദി നെക്സ്റ്റ് ഇയർ. അപ്പം നമ്മൾ ഇപ്പോൾ 2004-2005 റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് നെക്സ്റ്റ് ഇയറിലോട്ട് കൊണ്ടുപോകും. നെക്സ്റ്റ് ഇയറിൽ പ്രിപ്പയർ ചെയ്യുന്ന റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്യും. ഇറ്റ്സ് ബാലൻസ് is carried over to receipts and payment account of next year. Income and expenditure account ആണെങ്കിലോ ഇറ്റ്സ് ബാലൻസ് ഈസ് ക്യാരിഡ് ഓവർ ടു ക്യാപിറ്റൽ ഫണ്ട്. അത് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്, ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ടിലാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് കാണിക്കുന്നത്. ക്യാപിറ്റൽ ഫണ്ട് അത് നമ്മൾ ഓർത്ത് വയ്ക്കണം, PSC റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ളതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്, ക്യാപിറ്റൽ ഫണ്ട് ബാലൻസ് ഷീറ്റിൽ. നെക്സ്റ്റ് ഡിഫറൻസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് basis. This account records transactions related to past, present and future year. Hence, no adjustment is made for pre-received or accrued income and പ്രീപെയ്ഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. അപ്പം നമ്മുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ബേസിസിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. ഇവിടെ എന്താണ്, ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇയർ എല്ലാം റെക്കോർഡ് ചെയ്യും. പക്ഷേ എന്ത് ചെയ്യത്തില്ല, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും നമ്മുടെ എവിടെ എടുക്കത്തില്ല, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും എടുക്കത്തില്ല. ഉദാഹരണത്തിന് പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം, പ്രീപെയ്ഡ് ക്യാഷ് റിസീവ്ഡ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും നമ്മൾ എവിടെ എടുക്കത്തില്ല, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എടുക്കത്തില്ല. നെക്സ്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ ബേസിസ്. ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ദ കറണ്ട് ഇയർ ആർ ഓൺലി റെക്കോർഡഡ് ഇൻ ഇറ്റ്. ഹെൻസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ
ഇറിവൈസ്ലി മെയ്ഡ് ഫോർ പ്രീ റിസീവ്ഡ് ഓർ അക്രൂഡ് ഇൻകം ആൻഡ് പ്രീപെയ്ഡ് ഓർ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. അപ്പം അക്രൂവൽ ബേസിസിലാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. കറണ്ട് ഇയറിൽ ഉണ്ടാവുന്ന, അതായത് ആ ഒരു വർഷം ഉണ്ടാവുന്ന എക്സ്പെൻസസും ഇൻകവും മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റെക്കോർഡ് ചെയ്യത്തുള്ളൂ. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും എന്തിലെടുക്കും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എടുക്കും. ഉദാഹരണത്തിന് അക്രൂഡ് ഇൻകമോ പ്രീപെയ്ഡ് എക്സ്പെൻസസോ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, കാരണം നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കാറുണ്ട്. സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെല്ലാം എടുക്കും. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കും ഇല്ല. സോ അതേ ഫോർമാറ്റിൽ തന്നെയാണ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അവിടെ എന്തെടുക്കില്ല? അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എടുക്കില്ല. നെക്സ്റ്റ് ഡിഫറൻസ്, റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദിസ് അക്കൗണ്ട് റെപ്രസെൻറ്റ്സ് ഇൻ ദ ഫസ്റ്റ് ഇയർ. അപ്പോൾ എന്താണ് ക്ലോസിംഗ് ബാലൻസ്? ഇപ്പോൾ ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് അടുത്ത വർഷത്തെ എന്തായിട്ട് കാണിക്കുക? പുതിയ ഫസ്റ്റ് ഇയറിൽ എന്തായിട്ട് കാണിക്കുക? റെപ്രസെൻറ്റ്സ് ദ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ ആ ക്ലോസിംഗ് ബാലൻസിനെ കാണിക്കുന്നുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണെങ്കിലോ ഇറ്റ്സ് ക്ലോസിംഗ് ബാലൻസ് ഈസ് എയ്തർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അപ്പം നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ബാലൻസ് വരുന്ന എമൗണ്ട് ഒന്നീ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഡെബിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ അത് എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ക്രെഡിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ അത് ലോസ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും. ഡെബിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ അത് സർപ്ലസ് ആയിരിക്കും. ക്രെഡിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ അത് എന്തായിരിക്കും? ഡെഫിസിറ്റ് ആയിരിക്കും. സർപ്ലസ് മീൻസ് പ്രോഫിറ്റ്, ഡെഫിസിറ്റ് മീൻസ് ലോസ്. സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും നമ്മൾ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കിയത്. ഏതൊക്കെ തമ്മിലുള്ളത്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്യാഷ് ബുക്ക് ബേസ് ചെയ്തിട്ട് ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എന്താണ്? ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ക്യാഷ് ബുക്കും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ നോൺ ക്യാഷ് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ, പ്രോഫിറ്റ് മേക്കിംഗ് അല്ലാത്ത ഓർഗനൈസേഷൻസ് ആണ് ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കിയത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഈ ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ക്യാപിറ്റൽ ഫണ്ടിലോട്ടാണ് നമ്മളിതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. താങ്ക് യു.